യോഹന്നാൻ 16 അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവൻ നിങ്ങളുടെ അടുത്തേക്കു ഞാൻ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടും. ഗലാത്യ 5:22. നമുക്ക് ആത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് നിറയാം. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. അപ്പോസ്തല പ്രവർത്തനം 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നുകഴിഞ്ഞാൽ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദാ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ശിഷ്യന്മാർ ഏക മനസ്സോടെ അമ്മയായ മറിയത്തോട് പ്രാർത്ഥനയിൽ മുഴുകിയപ്പോൾ ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവ് നമ്മളിലും നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ഷമിക്കാനുള്ള മേഖലയിലാണെങ്കിൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റും. എല്ലാവരോടും നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റും. ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞാൽ സൗമ്യമായി നമുക്ക് സംസാരിക്കാൻ പറ്റും എല്ലാവരോടും. കാരണം പിന്നെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതായത് ഈശോയുടെ സഹായകനായി നമുക്ക് വേണ്ടി അയച്ചിരിക്കുന്ന ഈശോ, അതായത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. നമുക്ക് ഏത് കാര്യത്തിന് വേണ്ടിയും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. നമുക്കിപ്പോൾ നമ്മളെ നിയന്ത്രിക്കാൻ പറ്റാത്ത കോപം, പരിശുദ്ധാത്മാവേ എൻ്റെ ഈ അവസ്ഥയിലേക്ക് പരിശുദ്ധാത്മാവ് നിറയണമേ, അത് ഏത് മേഖലയിൽ ആത്മാവെ നിറയണമെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കും. ഈ പെന്തക്കോസ്തയ്ക്ക് ഒരുങ്ങിയിരിക്കുന്ന നമുക്കും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് നിറയ്ക്കാം. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ, അങ്ങനെ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ, ആത്മാവിൽ ജ്വലിക്കുന്നവരായി ഞങ്ങളെ നയിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ.